അനുദിന അനുഗ്രഹ പ്രാർത്ഥനയാണ്. അനുദിന അനുഗ്രഹ പ്രാർത്ഥന നമ്മൾ ഇന്നത്തെ യാത്രയാണ്, പകൽ യാത്ര. ജീവിതത്തിൻ്റെ ഇടപാടുകൾ, വിനിമയങ്ങൾ, സംസർഗങ്ങൾ, സംഭാഷണങ്ങൾ, സന്ദർശനങ്ങൾ, അതെല്ലാം കൂടിയതാണ്. ഇതിനെല്ലാം നമ്മൾക്ക് ദൈവാനുഗ്രഹം ആവശ്യമാണ്. ഈശോ ഒരു രാത്രി മുഴുവനും ഒക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ നമ്മളതെല്ലാം സമ്മറി ചെയ്തിട്ട് പ്രഭാതത്തിലെ ഒറ്റ സമർപ്പണ പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥിക്കാം. കോടതി പോകാനുള്ളവർ ഉണ്ടാകും, സ്ഥലമുള്ളവർ പോകേണ്ടവരുണ്ടാകും, സ്ഥലത്തിൻ്റെ കാര്യം സംസാരിക്കാനോ, ഇനി വിവാഹം സെറ്റ് ചെയ്യാൻ വേണ്ടി ജീവിത പങ്കാളികളെ കാണാൻ പോകുന്നവർ ഉണ്ടാവും. അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ പുതുക്കല്യാണത്തിന് പോണവരുണ്ടാവും, പുതുക്കം പോണവരുണ്ടാവും. അങ്ങനെ ഓരോരോ കാര്യത്തിൽ നമ്മൾ യാത്ര ചെയ്യത്തില്ലേ. ചിലപ്പോൾ അപകട വഴികളിലൂടെ പോകേണ്ടവരുണ്ടാവും, ചിലപ്പോൾ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളി സഹോദരൻ ഉണ്ടാവും, റബ്ബർ വെട്ടാൻ പോകുന്ന തൊഴിലാളികളുണ്ടാവും, ചിലപ്പോൾ റബ്ബർ പാല് ശേഖരിക്കാൻ പോകുന്നവരുണ്ടാവും, ചിലപ്പോൾ റബ്ബർ മാർക്കറ്റിൽ ഷീറ്റ് ഉണക്കി വിൽക്കാൻ പോണവരുണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെ ഏലത്തോട്ടത്തിൽ പോണവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ എന്തെല്ലാം നീ പോകുന്നു ആ മേഖലയിലെല്ലാം. ചിലപ്പോൾ നീ ലോറി ഡ്രൈവർ ആണെങ്കിൽ ലോറിയും കൊണ്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്ന വ്യക്തിയാകാം. ഇങ്ങനെ എല്ലാ മേഖലകളിലും കണ്ടുമുട്ടാൻ സാധ്യതയുള്ള. ഇപ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ പോലീസുണ്ട്, അവരുടെ മൂഡ് വരെ നമുക്ക് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. ചിലരൊക്കെ വിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അവർ ആവശ്യമുള്ളത് ഇല്ലാത്തതൊക്കെ ചോദിച്ച് കൺഫ്യൂഷനാക്കി നമ്മുടെ സമയം അവിടെ പിടിച്ചു. അപ്പോൾ നിസ്സാരകാര്യമല്ല യാത്ര. ഇപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന അപകടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മരക്കൊമ്പ് മുകളിൽ നിന്ന് ഒടിഞ്ഞ് വീണപ്പോൾ അവർക്ക് തോന്നിയപ്പോഴാണ് കുഞ്ഞ് വെട്ടിച്ചതെന്നാണ് ചിലരൊക്കെ പറയണത്. സത്യാവസ്ഥ ഇപ്പോഴും കൃത്യമായിട്ട് അറിയത്തില്ല, ഒത്തിരി വേർഷൻസ് ഉണ്ട്. ഈ ഒരു യാത്ര എപ്പോഴും നമുക്ക് പ്രാർത്ഥനയുടെ വിഷയമാണ്. ഞാൻ എൻ്റെ ക്രൂസൊക്കെ എൻ്റെ സഹപ്രവർത്തകർ പോകുമ്പോൾ അവർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവരുടെ തലയ്ക്ക് വെക്കണത് സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ കൈ വെക്കണത് അല്ല. അവർ പോകുന്നതിനേക്കാളും പ്രധാനപ്പെട്ടതിന് ഒന്ന് സേഫ്റ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കർത്താവിൻ്റെ ദൂതൻ അവരുടെ കൂടെ പോകണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, കർത്താവിൻ്റെ ദൂതൻ ഇന്നത്തെ യാത്രയിൽ നിങ്ങളുടെ കൂടെ വരും. അങ്ങനെ വരുമെന്നൊരു ഭംഗി വാക്ക് പറയുകയല്ല, കാര്യം അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. എന്താ വാഗ്ദാനം? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. ഞാൻ നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ വരുമെന്ന്. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും. കർത്താവ് നമുക്ക് മുമ്പേ ദൂതനെ അയക്കും. അപ്പം ദൈവം തന്നെ വിചാരിച്ചിരിക്കണത് നമുക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമാണെന്ന്. നമ്മളുടെ ദൗത്യം നിറവേറ്റാൻ നമുക്ക് സഹായം ആവശ്യമാണ്, ദൈവസഹായം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണേ. കർത്താവേ, നീ എന്തുമാത്രം കരുതുന്നു ഞങ്ങളെ. നിൻ്റെ ഏകജാതം നൽകാൻ തക്കവിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്ന് വെച്ചാൽ എന്നെ സ്നേഹിച്ചു എന്നാണ് ഞാനത് വായിക്കണത്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരെയും നിൻ്റെ സ്നേഹമാണ് ഞങ്ങളുടെ സംരക്ഷണം, നിൻ്റെ സ്നേഹമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന പരിപാലന. കർത്താവേ, ഞങ്ങളുടെ മക്കൾ വെറുതെ ഹൃദയം നൊന്ത് പോകുന്നവരുണ്ട്. അങ്ങയുടെ മുമ്പിൽ തിരികെത്തിച്ചുകൊണ്ട് രണ്ടു തുള്ളി കണ്ണീരിട്ട് അറിയാതെ കരഞ്ഞു പോയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ജോലിക്ക് പോകുന്നവരുണ്ട്. കർത്താവേ, വിവാഹത്തിന് ജീവിത പങ്കാളിയെ കണ്ടെത്താൻ വേണ്ടി പോണവരുണ്ട്. മക്കളില്ലാത്തവർ ആശുപത്രി പോണവരുണ്ട്. പിന്നെ ഗർഭിണിയാണോ എന്നറിയാൻ വേണ്ടി പോണവരുണ്ട്. അതിന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പേപ്പർ വാങ്ങിക്കാൻ പോണവരുണ്ട്. അവർക്കെല്ലാം ആശയങ്ങളുണ്ടെന്ന് ഈശോയ്ക്ക് അറിയാമല്ലോ. ഓരോരുത്തരും എന്തെല്ലാം ഈ പ്രാവശ്യമെങ്കിലും ഗർഭിണിയായിരിക്കുമോ, കുഞ്ഞുണ്ടാകുമോ, കർത്താവെ എന്നൊക്കെ വിളിച്ചാൽ റിസൾട്ട് നോക്കാൻ പോണവരില്ലേ. അപ്പം അങ്ങനെ ഓരോരോ സമയത്ത് കർത്താവിനോട് അവർ പറയും, കർത്താവേ, എൻ്റെ ഇന്ന് പഠനകാലത്ത് കുറച്ച് അബദ്ധം സംഭവിച്ചു പോയി, പരീക്ഷ അതുകൊണ്ട് വേണ്ടവർ എഴുതാൻ ഒത്തില്ല, എനിക്ക് അവസരം തന്ന അടുത്ത ടേംസിൽ ഞാൻ നല്ലവണ്ണം പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പട്ടാങ്ങി പറഞ്ഞിട്ട് പോണവരില്ലേ. സ്ഥലം കാണാൻ പോകുന്നവർ, സ്ഥലം വിൽക്കാൻ പോണവർ, രജിസ്റ്റർ ചെയ്യാൻ പോകുന്നവർ, കേസിന് പോണവർ വരെ ഉണ്ട് നീതിക്ക് വേണ്ടി. അങ്ങനെ എല്ലാ യാത്രക്കാരെയും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടകമ്പോളങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നവർ, കടയിൽ
സാധനങ്ങൾ ഹോൾസെയിലായിട്ട് വാങ്ങി വെച്ച് വിൽക്കാൻ പോകുന്നവർ, അങ്ങനെ ഓരോരോ കടകൾ. ഇപ്പോൾ ജീവിത മാർഗം തുടങ്ങാൻ പോകുന്നവരുണ്ട്. ബ്യൂട്ടി പാർലർ വരെ തുടങ്ങാൻ പോകുന്ന മനുഷ്യരുണ്ട്. ബ്യൂട്ടി പാർലറിൽ കച്ചവടമില്ല, ബിസിനസ് ഇല്ലാത്തതിൻ്റെ വരെ വേദനിക്കുന്നവരുണ്ട്. അങ്ങനെ എന്തെല്ലാം തരം മനുഷ്യരാണ് കർത്താവേ. കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി ഓരോരോ മാർഗം. കുഞ്ഞുങ്ങളെ പോറ്റാൻ മുലയിൽ പാലില്ലാത്ത മാതാപിതാക്കളും അമ്മമാരുണ്ട് വേദനിച്ചിട്ട്. അവർക്ക് അവരെന്തെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് പറയണ ഭക്ഷണം എല്ലാവരും കഴിക്കുന്നുണ്ട്, പക്ഷെ മുലയിൽ പാലില്ല. അപ്പോൾ അവസാനം വിഷമിച്ച് ചിലരൊക്കെ എൻ്റെ അടുത്ത് വരും, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണേ അച്ഛാ, എന്താണെന്ന് അറിയത്തില്ലെന്ന് പറയും. ഇത്തിരി ഉടമ്പടി തൈലം മേടിച്ചു കൊണ്ടുപോയി പുരട്ടി വെക്കുവരും. കാര്യം എന്താണ്? ലോകത്ത് എത്ര നമ്മൾ ശാസ്ത്രം മാറുന്നാലും നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ദൈവം തന്നെയാണുള്ളത്. അങ്ങനെ അത് വിചാരിക്കുന്നവരാണ് ദൈവവിശ്വാസത്തോട് നിലനിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. കാര്യം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ, ഭൗതികമായ കുറച്ച് കാര്യങ്ങളെ ഭൗതികമായിട്ട് കൈകാര്യം ചെയ്യാനല്ലാതെ മറ്റു സംവിധാനങ്ങൾക്കൊന്നും പറ്റണില്ല. ദൈവത്തിൻ്റെ സ്പേസ് എപ്പോഴും വേക്കൻ്റാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് എനിക്ക് മനസ്സിലായിരിക്കുന്നത്, എല്ലാ ജീവിത മണ്ഡലങ്ങളിലും എല്ലാവരുടെയുമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള. അപ്പം അതുകൊണ്ട് തന്നെ ആ മേഖലകളെല്ലാം അവർക്ക് വീഞ്ഞില്ലെന്ന് അമ്മ പറയുമ്പോൾ സമാധാനമില്ല, വഴിയില്ല, വീടില്ല, ഇല്ലായ്മക്കാരെ എല്ലാം അഡ്രസ്സ് ചെയ്യുന്നതാണ് അമ്മ. എന്താണ് ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമ്മയാണ്. അതിൻ്റെ കൈകാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് സ്വർഗീയ സംവിധാനം. അമ്മയെ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഇല്ലായ്മക്കാർ ഒരു തരത്തിലുള്ള പലതരത്തിലുള്ള ഇല്ലായ്മക്കാർ ജീവിതത്തിലുണ്ട്. സമാധാനം, സന്തോഷമില്ലാത്ത, ഒറ്റപ്പെട്ടു പോയവർ, അങ്ങനെ പല വിഷയങ്ങളിൽ വീടില്ലാത്ത, വഴിയില്ലാത്തവർ, എല്ലാവരെയും നീ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖമില്ലാത്തവരുണ്ട് ഈശോയെ, മനസ്സിനും ശരീരത്തിനും. ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന മക്കളുണ്ട് ഈശോയെ, അവരുടെ എണ്ണം കൂടുതലാണ് ഇപ്പോഴും. അവരുടെ മാതാപിതാക്കന്മാർക്ക് സമാധാനമില്ല കർത്താവേ. അങ്ങനെ എല്ലാവരും നീ സ്പർശിക്കണം. എപ്പിലെപ്സികൾ, അതുപോലെ ഓട്ടിസംസ്, ഹൈപ്പർ ആക്ടിവിറ്റി, അവരുടെ മാതാപിതാക്കന്മാർ കർത്താവേ, അവരാ കുഞ്ഞുങ്ങളെയും കൊണ്ട് അനുഭവിക്കുന്ന സങ്കടങ്ങൾ, കെട്ടിപ്പോയത് കൊണ്ട് അനുഭവിച്ച ഈ വലിയ ഭാരങ്ങളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതെ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും പിരിഞ്ഞു പോയിട്ട് ഇവരും ഈ കുരിശു കഴിക്കുന്ന മക്കളും മാത്രം ഉണ്ടാകുന്ന സമയത്ത് ദൈവമേ എന്ന് വിളിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ട് കർത്താവെ. എല്ലാവരും നീ സ്പർശിക്കണം. മൂത്രം പോകാത്തവരുണ്ട് ഈശോയെ, അതിൽ ബ്ലാഡർ തിങ്ങിപ്പോണവരുണ്ട് ഈശോയെ, എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല, വയർ കീറിക്കളയാൻ തോന്നുന്ന ഒരാൾക്കാരുണ്ട് ഈശോയെ. അങ്ങനെ പല വൈറസിൻ്റെ, ബാക്ടീരിയയുടെ അറ്റാക്കുകൾ, ഒരിക്കലും ബാക്ടീരിയ ഒരു ആൻറ്റിബയോട്ടിക്സോട് റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥകൾ, ആൻറ്റിബയോട്ടിക്സുകളോട് നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥകൾ, അങ്ങനെ ഓരോ വിഷയങ്ങൾ, എങ്ങനെ എന്തെല്ലാം കർത്താവ്, ഇതെല്ലാം ഓർത്ത് അങ്ങയുടെ തിരുസേന ഈ പ്രഭാതത്തിൽ അങ്ങയുടെ തിരുസേന വെക്കും. ഈശോ, നിൻ്റെ വിശുദ്ധമായ വലതുകരം, മരണത്തെ ജയിച്ച കുരിശിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി, സ്വർഗത്തിൻ്റെ സൗഖ്യദായകമായ ശക്തി, വിടുതൽ ശക്തി നിങ്ങളിലേക്ക് വസിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നിൻ്റെ ദൈവം നിന്നെ ഏറ്റെടുക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യട്ടെ. Lord, infuse us with the power and grace.